കാരണം അല്ല യാത്രക്കാർക്ക് പോകാൻ വേണ്ടി നല്ല സൗകര്യമാണല്ലോ ബസ് ഉള്ളത്. കാരണം അധികം ചീപ്പ് റേറ്റ്, അധികം റേറ്റും ഇല്ല ടിക്കറ്റ് റേറ്റ്. കാരണം കാറിന് ടാക്സ് കൊടുക്കാത്ത റേറ്റും ഇല്ല. സുഖമായിട്ട് AC ബസ്സുമാണ് പോവുകയും ചെയ്യുക. കോലാലംപൂർ എയർപോർട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ കോലാലംപൂർ എയർപോർട്ടിൽ ഇവിടെ ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അതായത് നമുക്ക് യാത്ര ചെയ്യാൻ എവിടേക്കാണ് പോകേണ്ടത് അവിടേക്ക് ബസ് സ്റ്റേഷനൊക്കെ എയർപോർട്ടിലുണ്ട്. അപ്പം ബസ് കയറാൻ പോവാണ്. അപ്പോൾ ബസ് കയറി നമുക്ക് KL സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. KL സെൻറ്ററിൽ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പം ബസ് കയറാതെ അങ്ങനെ വെയിറ്റ്, ഇവിടെ ക്യൂ ഉണ്ട്. ഇവിടെ ക്യൂ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാ, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താൽ നമ്മളിവിടെ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാലേ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഇവിടെ ബസ് സ്റ്റേഷനിൽ നമുക്കറിയില്ല. അപ്പോൾ ബസ് സ്റ്റേഷനിൽ അധികം എയർപോർട്ടിലൊന്നുമില്ല. ഇപ്പോൾ ലങ്കാവി എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ബസ് സ്റ്റേഷൻ ഇല്ല. ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ക്യാപിറ്റലാണ് മലേഷ്യയുടെ. അതുകൊണ്ടാണ് തോന്നുന്നു കോലാലംപൂരിൽ ഇവിടെ ബസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. കാരണം അല്ല യാത്രക്കാർക്ക് പോകാൻ വേണ്ടി നല്ല സൗകര്യമാണല്ലോ ബസ് ഉള്ളത്. കാരണം അധികം ചീപ്പ് റേറ്റ്, അധികം റേറ്റും ഇല്ല ടിക്കറ്റ് റേറ്റ്. കാരണം കാറിന് ടാക്സ് കൊടുക്കാത്ത റേറ്റും ഇല്ല. സുഖമായിട്ട് AC ബസ്സുമാണ് പോവുകയും ചെയ്യുക. മലേഷ്യയുടെ ക്യാപിറ്റലായ കോലാലംപൂരിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. അതായത് എയർപോർട്ട് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ലോങ് ഡ്രൈവിന്, അതായത് ലോങ് ആയിട്ട് നിങ്ങൾക്ക് പോകേണ്ട യാത്രക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ബസ് തന്നെയാണ്. കാരണം AC ബസ്സിൽ നല്ല കംഫർട്ടോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ലക്ഷറി ബസ് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ട്. അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ബസ്സുകളുണ്ട് കേട്ടോ. അതായത് നമുക്ക് പോകേണ്ട സ്ഥലം, ഇപ്പം ഞങ്ങൾക്ക് പോകേണ്ടത് എന്ന് പറയുമ്പോൾ KL സെൻട്രലിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ബസ് ചൂസ് ചെയ്തത്. കാരണം ടാക്സിക്ക് കൊടുക്കണ അത്ര റേറ്റും ഇതിന് വരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇവിടെ റിങ്കിറ്റ് എന്ന് പറയുന്നതിന് നമ്മളെ തമിഴന്മാരും അതുപോലെ തന്നെ മലയാളികളൊക്കെ വെള്ളി എന്നാണ് പറയട്ടോ. അതായത് ഒരു വെള്ളി ഒരു റിങ്കിറ്റ്. ഒരു വെള്ളി എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ ഏകദേശം 17-18 രൂപയാണ്. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ 20 രൂപ എത്ര ആയി. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് 17-18 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ കൂടി 20ലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഒരു വെള്ളി എന്ന് പറയുമ്പോൾ 17 രൂപയാണ്. അപ്പോൾ ഏകദേശം ഈ നമ്മളെ നാട്ടിലത്തെ 200-300 രൂപയുടെ ഉള്ളിലെ ഒരാൾക്ക് നമ്മൾ കുറച്ച് ഈ പറഞ്ഞമാതിരി ബസ്സിന് ചാർജ് വരുന്നുള്ളൂ. അത്യാവശ്യം 1.5 മണിക്കൂറുള്ള യാത്രയും ഉണ്ട് കേട്ടോ. അത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിനുള്ളിൽ യാത്ര നമുക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇത്ര രൂപേനുള്ളൂ വരുന്നത്. സുഖമായിട്ട് നമുക്ക് എന്ത് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടുത്തെ റോഡുകളാണ് സത്യം എടുത്ത് പറയേണ്ടത്. അത്രയ്ക്ക് നീറ്റായിട്ടുള്ള റോഡുകളാണ്, കിടിലൻ റോഡുകൾ. കാരണം അത്രയ്ക്ക് വീതിയും നീളം ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ടോൾ ബൂത്ത്, ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ടോൾ ബൂത്തുകൾ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. അത് ഇവർ ബസ്സുകാർക്ക് എന്തോ ഒരു കാർഡോ മറ്റോ യൂസ് ചെയ്യുന്നുണ്ട്. ടാക്സിക്കാരുണ്ട്, ഇവരൊരു എന്തൊരു സൈസ് കാർഡുണ്ട്, മെമ്പർഷിപ്പുള്ള കാർഡ്. അത് കാർഡ് യൂസ് ചെയ്താൽ അതിൽ നിന്നാവും പൈസ പിൻവലിക്കുക, അങ്ങനെ തോന്നുന്നത്. എന്തായാലും അത്രയ്ക്ക് നല്ലൊരു യാത്രയാണ് ശരിക്കും കോലാലംപൂരിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് എടുത്തത് മുതൽ ഇപ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഉറങ്ങിയിട്ടോ എങ്ങനെയാണെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും. കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ഹൈവേന്ന് എടുത്തിട്ട് കുറച്ച് ഉള്ളിലൂടെ പോയപ്പോൾ കണ്ട ഒരു റോഡാണ് ഈ ഒരു കാഴ്ച കേട്ടോ. അതായത് ചുറ്റും നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഒരു വൈബ്, വേറൊരു രാഷ്ട്രത്തിൽ ചെല്ലുമ്പോഴുള്ള ആ ഒരു വൈബുണ്ടല്ലോ, അത് ശരിക്കും കിട്ടുന്നത് ഈ യാത്രയിലൊക്കെ ഉണ്ടോ. അതായത് പനന്തങ്ങളൊക്കെയാണ് ചുറ്റും. അതേമാതിരി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ അങ്ങനെ പുല്ലുകളും മറ്റുമൊക്കെ ആയിട്ട് നല്ല ഭംഗി തരുന്നിട്ടുള്ള റോഡ് യാത്രകൾ കേട്ടോ. ചുറ്റും ഇവർ പിടിപ്പിച്ച് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഈ കൃഷി മറ്റൊക്കെ മരങ്ങളൊക്കെ. അത് നല്ല ഭംഗി തരുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ. മലേഷ്യയിൽ മലായ് ഭാഷയാണ്. അപ്പോൾ മലായ് ഭാഷയിൽ ഒരു പാട്ടാണ് നമ്മൾ ബസ്സിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കേട്ട് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. നമുക്ക് എത്ര തന്നെ ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ അടിയിലായിട്ട് ഒരു സ്പേസ് ഉണ്ട്, അത്യാവശ്യം വലിയ സ്പേസാണ്. അതിൽ നമ്മളെ ലഗേജ് എന്ത് ഈസി ആയിട്ട് എല്ലാ ലഗേജും കൊള്ളൂട്ടെ. എത്ര ബോക്സ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഹാൻഡ് ബാഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെക്കാം, അതിനൊരു ബുദ്ധിമുട്ടില്ല. ഭക്ഷണപ്പൊതികൾ, അതായത് സ്നാക്സ്, മറ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് ബസ്സിൽ അലൗഡ് അല്ല. ഡ്രൈവർ അപ്പോൾ അവരെന്താ പറയണമെന്ന് വെച്ചാൽ മുൻപിൽ ഒരു ബോക്സ് മാതിരി ഉണ്ട്, അതിൽ തൽക്കാലം വെക്കാൻ പറയും. എന്നിട്ട് ഇപ്പം നമ്മൾ
ബസ്സിൽ നിന്ന് ഇറങ്ങണ സമയത്ത് തിരിച്ച് നമ്മൾ സ്ഥലം എത്തുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് അത് എടുക്കാനാണ് പറയുക. കാരണം എനിക്ക് തോന്നുന്നത് മറ്റുള്ള ഭക്ഷണത്തിൻ്റെ വസ്തുക്കൾ, അതായത് ഭക്ഷണം എന്തെങ്കിലും ഇവിടെ സീറ്റിലും മറ്റൊക്കെ ആഘോഷിച്ചിട്ടാവാം അവർ പറയണത്. എന്തായാലും നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല മഴ പെയ്തു. മഴ എന്ന് പറയുമ്പോൾ നല്ല മഴ, ശരിക്കും കേരളത്തിൻ്റെ ഇപ്പോൾ ഒരു കാലാവസ്ഥയാണ്, നല്ല ക്ലൈമറ്റാണ് മലേഷ്യയിൽ. അതായത് ഇടയ്ക്കിടയ്ക്ക് മഴ, ഇടയ്ക്കിടയ്ക്ക് തണുപ്പ്, വെയിലൊക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് കാലാവസ്ഥ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് ടിക്കറ്റ്, ഒരു പേപ്പർ ടിക്കറ്റ് കിട്ടും നമുക്ക്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബസ്സിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് നമ്മൾ അടുത്തടുത്ത ബസ്സായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓരോരോ ബസ് അരമണിക്കൂർ മറ്റു കൂടുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, എയർപോർട്ടിൽ ബസ്സിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യൂ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ബസ് ആവുന്ന സമയത്ത് അവർ വിളിക്കും. അതായത് ഇതിൻ്റെ ഡ്രൈവർ വന്നിട്ട് ഇങ്ങനെ വിളിക്കുക ചെയ്യുക. ഓരോ അനുസരിച്ച് ആ ബുക്ക് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെ കയറാൻ പറ്റും ബസ്സിൽ. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. സുഖമായിട്ടുള്ള യാത്രയാണ് സത്യം പറഞ്ഞാൽ. നമുക്കിപ്പോൾ കോലാലംപൂർ സിറ്റി അടുത്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ കാണുന്നത്, സിറ്റിക്ക് കാണുന്നുണ്ടാവും. മലേഷ്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോലാലംപൂർ എന്ന് പറയുന്ന ഒരു മെയിൻ അട്രാക്റ്റീവ് സ്ഥലമാണ്. ഏത് ടൂർ പാക്കേജസിലുണ്ടാവും കോലാലംപൂർ. കാരണം കോലാലംപൂരാണ് എല്ലാ ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖലകളും ഒക്കെ കിടക്കുന്നത് ഈ കോലാലംപൂരാണ് മെയിനായിട്ട്. ട്വിൻ ടവർ, അത് മറ്റുള്ളതൊക്കെ ട്വിൻ ടവറൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ. അതുപോലെ തന്നെ നിങ്ങൾ മുന്നേ കോലാലംപൂർ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കോലാലംപൂർ ഉള്ളവരുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുന്നേ തമിഴന്മാർ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ഈ മലേഷ്യയിൽ. മലയാളികൾ ഗൾഫിലുള്ള മാതിരിയാണ്, ദുബായിലുള്ള പോലെയാണ് തമിഴന്മാർ ഈ കോലാലംപൂരിൽ. കാരണം പണ്ട് മുതലേ വന്നവരും അതുപോലെ തന്നെ ഇവിടെ ജനിച്ചവരൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത്. കോലാലംപൂർ സിറ്റി ഇങ്ങനെ അടുക്കുന്നതുകൊണ്ടാവാൻ ട്രാഫിക് ഉണ്ട്, ബ്ലോക്കാണ് വണ്ടികൾ. ഏകദേശം സമയം എന്ന് പറയുമ്പോൾ വൈകിട്ട് ഉച്ച കഴിഞ്ഞ സമയമാണ്, ഇത് വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരക്കും ബ്ലോക്കൊക്കെ ഉള്ളത്. ഡ്രൈവേഴ്സൊക്കെ ഇവിടുത്തെ നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സാണ് കേട്ടോ. അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു ആളാണ് ഡ്രൈവർ. ആളെ കണ്ടിട്ട് ഒരു മലേഷ്യക്കാരൻ ലുക്ക് തന്നെയാണ്, മലേഷ്യക്കാരൻ തന്നെ ആവാം. ഡ്രൈവർ അധികം പ്രായമൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളായി തോന്നുന്നുണ്ട്. കാരണം ഡ്രൈവിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്, അതിനനുസരിച്ചുള്ള റോഡുകളാണല്ലോ. എന്തായാലും 1.5 മണിക്കൂർ ഒക്കെ ആയിട്ടുള്ള യാത്രകളാണ് നമ്മളിപ്പോൾ. ഏകദേശം എത്താറായിട്ടുണ്ട്. കോലാലംപൂർ സിറ്റി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KL സെൻട്രൽ എന്നാണ് നമ്മളെ ഹോട്ടലിൻ്റെ പേര്. ഏകദേശം നമ്മളെ ഈ മെട്രോ സിറ്റി തന്നെയാണ് അവിടെ. നമ്മളെ ഹോട്ടലിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെയാണ് ഈ മെട്രോ ഒക്കെ വരുന്നത് കേട്ടോ. മെട്രോ ഒക്കെ ഹോട്ടലിൻ്റെ, അപ്പോൾ നമുക്ക് എവിടേക്കും പോകാനൊക്കെ പറ്റും. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഡ്രൈവറായിട്ട് ഈ ഒരാളെന്നെ ഉള്ളൂ. പിന്നെ ഇയാളെ സഹായിക്കാൻ വേറൊരാളൊന്നും ബസ്സിലില്ല കേട്ടോ. അതായത് മൂപ്പര് മാത്രം തന്നെ ഉള്ളൂ. ഇപ്പോൾ ഓൾറൗണ്ടറാണ് ബസ്സിൽ മൂപ്പര്. ഓൾറൗണ്ടറായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്, ഡ്രൈവിങ്. അതേപോലെ തന്നെ ഇറങ്ങിയാൽ മറ്റുള്ള ഈ പറഞ്ഞ പോലെ ലഗേജ് ഇറക്കാനും അതുപോലെ തന്നെ ആരൊക്കെ പാസഞ്ചേഴ്സ് കയറാണ്ടെന്നൊക്കെ നോക്കലും ഒക്കെ മൂപ്പര് തന്നെയാണ് കേട്ടോ. അതായത് അതേമാതിരി കണ്ടക്ടറായിട്ട് വേറൊരാളൊന്നും ഇല്ല, മൂപ്പര് തന്നെയാണ് ആ ഒരു എല്ലാ പണിയും ചെയ്യണത്. മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ട് സിറ്റി ഇങ്ങനെ അടുക്കുമ്പോൾ. ഇവിടെ വല്ലാതെ മഴ പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളെ ഹൈവേയുടെ ഈ സൈഡിലേക്ക് മാത്രമേ വല്ലാതെ ഉണ്ടായിട്ടുള്ളൂ. സിറ്റിയിൽ വല്ലാതെ മഴ അധികം ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം ബസ് ഇറങ്ങിയിട്ട് നമ്മളെ ഹോട്ടലിൽ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് കോലാലംപൂരാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. കോലാലംപൂർ നമ്മളിപ്പോൾ നമ്മളെ മോണോറെയിൽ അറിയും, മോണോറെയിലിൻ്റെ അവിടെ അടിയിൽ ആയിട്ടാണ്. KL സെൻട്രൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, KL സെൻട്രൽ എന്നാണ്. അവിടെ ഈസി ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഭയങ്കര മഴയുണ്ട് കേട്ടോ. നോക്കിയിട്ട് മനസ്സിലാവുണ്ടാവും, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ നല്ല ഇടിയോട് കൂടിയിട്ടുള്ള നല്ല മഴയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വരുമ്പോൾ തന്നെ നമുക്ക് ചാറിലും ഒക്കെ ഉണ്ടായിരുന്നു റോഡിൽ കൂടെ വരുമ്പോൾ. എന്നാലും ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നല്ല മഴയാണ് പെയ്യല്. അപ്പോൾ കഴിച്ച് നമ്മളെ വീഡിയോ ഇത്ര ഉള്ളൂ. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ കഴിച്ച് ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.